നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അനശ്വര. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് മണിമുടക്ക് പൂർണ്ണം. യാത്രാക്ലേശം രൂക്ഷം. കൊട്ടിയൂർ ചുങ്കക്കുന്നിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. മരിച്ചത് പൊട്ടൻതോട് കാഞ്ഞിരത്താങ്കുഴി സാൻഡോ. അപകടം മീൻ പിടിക്കുന്നതിനായി വൈദ്യുതി ലൈനിൽ വയർ കൊളുത്തുന്നതിനിടെ. മാക്കൂട്ടം ചുരം റോഡ് നിർമ്മാണ പ്രവൃത്തി വൈകുന്നു. പണി പൂർത്തിയാകാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരും. വാർത്തകൾ വിശദമായി. ചാർജ് വർധന അടക്കമുള്ള ആവശ്യങ്ങളുന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം പൂർണ്ണമാണ്. ടാക്സി വാഹനങ്ങൾ സമാന്തര സർവീസ് നടത്തുന്നുണ്ടെങ്കിലും യാത്രാക്ലേശം രൂക്ഷമാണ്. ഒരു വിഭാഗം കെഎസ്ആർടിസി ജീവനക്കാർ ചൊവ്വാഴ്ച നടത്തിയ സൂചനാ പണിമുടക്ക് കാര്യമായ പ്രതികരണമുണ്ടാക്കിയില്ല. മാനന്തവാടി ഇരിട്ടി റൂട്ടിൽ കെഎസ്ആർടിസി പതിവ് പോലെ സർവീസ് നടത്തി. ബസ് യാത്രാ നിരക്ക് വർധന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സമരം ജില്ലയിൽ യാത്രാക്ലേശം രൂക്ഷമാക്കി. വിദ്യാർത്ഥികളും ജീവനക്കാരുമാണ് ഏറെ ബുദ്ധിമുട്ടിലായത്. ടാക്സി, ഓട്ടോറിക്ഷ വാഹനങ്ങൾ സമാന്തര സർവീസ് നടത്തുന്നുണ്ടെങ്കിലും യാത്രാക്ലേശം പരിഹരിക്കാൻ പര്യാപ്തമായില്ല. പലയിടത്തും സമാന്തര സർവീസ് നടത്തിയ വാഹനങ്ങൾ അമിത ചാർജ് ഈടാക്കിയതായി പരാതിയുണ്ട്. ഒരു വിഭാഗം കെഎസ്ആർടിസി ജീവനക്കാർ കുടിശ്ശികയുള്ള 49% ക്ഷാമബത്തയിൽ 17% ക്ഷാമബത്ത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തി. പണിമുടക്ക് ജില്ലയിൽ കെഎസ്ആർടിസി സർവീസിനെ കാര്യമായി ബാധിച്ചില്ല. മാനന്തവാടി ഇരിട്ടി റൂട്ടിൽ കെഎസ്ആർടിസി പതിവ് പോലെ സർവീസ് നടത്തി. കൊട്ടിയൂർ ചുങ്കക്കുന്നിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പൊട്ടൻതോട് കാഞ്ഞിരത്താങ്കുഴിയിൽ സാൻഡോ ആണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. സമീപത്തെ തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്നതിനായി വൈദ്യുതി ലൈനിൽ വയർ കൊളുത്തുന്നതിനിടയിലായിരുന്നു അപകടം. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. സമീപത്തെ തോട്ടിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനായി മെയിൻ ലൈനിൽ വയർ കൊളുത്തുന്നതിനിടയിൽ ഷോക്കേൽക്കുകയായിരുന്നു. തൽക്ഷണം മരണം സംഭവിച്ചു. ശരീരം ഭാഗികമായി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. മൃതദേഹം കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജെസ്സിയാണ് ഭാര്യ. ഷാർജിത്ത്, ഷാരു, ഷാൽബിൻ എന്നിവർ മക്കളാണ്. ഭീകരവാദത്തെ ചെറുക്കുക, നാടിനെ രക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഭീകരതയ്ക്കെതിരെ സിപിഎം പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കെ ശൈലജ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സംഭവം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇസ്ലാം മതത്തിനകത്ത് ശക്തമായിട്ടുള്ള ഭീകര പ്രസ്ഥാനം വളർന്നു വരുന്നുണ്ട്. വി.ജി. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കെ സുധാകരൻ, പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മലയാളം നമ്മുടെ അഭിമാനം സാംസ്കാരിക യാത്രയ്ക്ക് പേരാവൂരിൽ സ്വീകരണം നൽകി. കെ ശൈലജ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, ഡോക്ടർ ലിസി മാത്യു, പുരുഷൻ കടലുണ്ടി എന്നിവർ പങ്കെടുത്തു. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്ര സമീപത്ത് നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം കണ്ണനും തുണ്ടി ജിമ്മി ജോർജ് സ്മൃതി മണ്ഡപത്തിൽ നിന്ന് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, കെ അപ്പുക്കുട്ടി അടിയോടി മാസ്റ്റർ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ സീന ഇസ്മയിലും ദീപശിഖ പ്രയാണത്തിന് തിരികൊളുത്തി. തുടർന്ന് ദീപശിഖ പ്രയാണങ്ങൾ കുനിത്തലമുക്കിൽ സംഗമിച്ച് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്രയായി പേരാവൂരിലെത്തി. ഈ സാംസ്കാരിക ഘോഷയാത്രയെ സ്വീകരിച്ചുകൊണ്ട് ആനയിക്കുകയാണ്. സ്നേഹമുള്ളവരെ, മലയാളം നമ്മുടെ അഭിമാനമെന്ന അർത്ഥപൂർണമായ കേരളത്തിലെ സ്വീകരണ യോഗം കെ ശൈലജ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഈ യാത്രയുടെ ഭാഗമായിട്ട് പഴശ്ശിയുടെ അനുസ്മരണം വെച്ചിരുന്നു. ഒരു അനുസ്മരണ പ്രഭാഷണവും ഇവിടെ നടക്കുന്നില്ല. പക്ഷേ 19ാം നൂറ്റാണ്ടിൽ കൂടുതൽ സ്വാതന്ത്ര്യ ചിന്തകൾ കടന്നു വരുന്നതിന് മുൻപ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തമായ പോരാട്ടം കൂടുതൽ ശക്തമായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് സംഘടിത പോരാട്ടങ്ങൾ വളർന്നു വരുന്നതിന് മുമ്പ് 17-18 നൂറ്റാണ്ടുകളിലെ മനുഷ്യരുടെ വ്യഥ എന്താണെന്ന് അന്നത്തെ ചരിത്രം വായിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നാടുവാഴി തമ്പ്രാക്കന്മാരും അവരുടെ ഗുണ്ടകളും എല്ലാം ചേർന്ന് മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിനിടയിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക നായകരായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, ഡോക്ടർ ലിസി മാത്യു, വിനോദ് വൈശാഖി, പൊന്നം ചന്ദ്രൻ, എം കെ മനോഹരൻ, പുരുഷൻ കടലുണ്ടി എന്നിവർ സംസാരിച്ചു. അന്തർ സംസ്ഥാന പാതയായ മാക്കൂട്ടം ചുരം റോഡിന്റെ നിർമ്മാണം നീളുന്നു. ഡിസംബർ അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാവുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും പ്രവൃത്തി പൂർത്തിയാവാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് സൂചന. കർണാടകത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴിയായ മാക്കൂട്ടം ചുരം റോഡാണ് ഇത്. ഡിസംബർ മാസത്തോടുകൂടി റോഡ് പണി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും പണി പൂർത്തിയായിട്ടില്ല. 16.5 കിലോമീറ്റർ റോഡ് 22.5 കോടി രൂപയ്ക്ക്
പുനർനിർമ്മിക്കാനാണ് കർണാടക സർക്കാർ മംഗലാപുരം ആസ്ഥാനമായ TKR കമ്പനിക്ക് കരാർ കൊടുത്തത്. എന്നാൽ ടെൻഡർ കൊടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. പ്രതികൂല കാലാവസ്ഥ മൂലമാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് അധികൃതർ പറയുന്നു. Improvement to Konanuru-Makuta road from kilometer 78.26 to 94.76 kilometer, we are taking up on developmental work. At an estimated cost of rupees 2,500 lakhs. Right now we have already completed 5.5 kilometer of earthwork, metaling, and we have started asphalting work. 16.5 കിലോമീറ്റർ റോഡിനുള്ളിൽ 50ഓളം കലുങ്കുകളും 8 പാലങ്ങളും പുതുതായി നിർമ്മിച്ചു. 5 പാലത്തിന്റെ പണി പൂർത്തിയായതായും 3 എണ്ണത്തിന്റെ പണി പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. റോഡ് പണി പൂർത്തീകരിക്കാൻ 2010 ഫെബ്രുവരി വരെ സർക്കാർ സമയം നീട്ടി നൽകിയതായാണ് കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ അന്തർസംസ്ഥാന പാത ഫെബ്രുവരിയിലെങ്കിലും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ അതുലിനൊപ്പം മാക്കൂട്ടത്തു നിന്നും ജിജേഷ്. മലയാളം നമ്മുടെ അഭിമാനം സാംസ്കാരിക യാത്രയിൽ സംസ്ഥാന സർവ്വവിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ട് അവതരിപ്പിച്ച പോസ്റ്റർ പ്രദർശനം കേരളത്തിന്റെ മുന്നേറ്റ ചരിത്രങ്ങളുടെ ദൃശ്യാനുഭവം സമ്മാനിച്ചു. നേമം പുഷ്പരാജ് ആശയവും ആവിഷ്കാരവും നിർവഹിച്ച പ്രദർശനം കാണികളെ ഏറെ ആകർഷിക്കുന്നതായിരുന്നു. പേരാവൂരിൽ സാംസ്കാരിക യാത്രയുടെ സ്വീകരണ വേദിക്കരികിലായിരുന്നു പോസ്റ്റർ പ്രദർശനം. കേരള ചരിത്രത്തിൽ കറുത്ത സൂര്യന്റെ നാളുകളായി അറിയപ്പെടുന്ന ഉച്ചനീചത്വത്തെക്കുറിച്ചുള്ള അറിവ് ഇന്നത്തെ തലമുറയ്ക്ക് അജ്ഞാതമാണ്. ഒരാൾ പല്ലക്കിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരാൾ തുറുങ്കിൽ ജീവിക്കേണ്ടി വരുന്ന ആ കാലഘട്ടവും ഈ അസമത്വത്തിനെതിരെ ശ്രീനാരായണ ഗുരു നടത്തിയ സാമൂഹ്യ പരിഷ്കരണ വിപ്ലവ പ്രവർത്തനങ്ങളും അരുവിപ്പുറം പ്രതിഷ്ഠയും അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയും പ്രക്ഷോഭങ്ങളും നവകേരള സൃഷ്ടിയിൽ വഹിച്ച പങ്ക് പോസ്റ്റർ പ്രദർശനത്തിലൂടെ ചരിത്ര പുനഃസൃഷ്ടി തന്നെയായി. മേൽമുണ്ട് ധരിക്കാനും മാറുമറയ്ക്കാനും നമ്മുടെ കേരളത്തിൽ സമരം നടത്തേണ്ടി വന്നിരുന്നു എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ക്രൈസ്തവ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, വാഗൺ ട്രാജഡി, പുന്നപ്ര വയലാർ സമരം, പന്തിഭോജനം, വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ, കോൺഗ്രസിന്റെയും ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും ഉദയവും പ്രവർത്തനങ്ങളും, ഭൂപരിഷ്കരണം തുടങ്ങി ജനകീയാസൂത്രണ പദ്ധതി വരെയുള്ള കേരള ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് പോസ്റ്റർ പ്രദർശനത്തിൽ വിഷയങ്ങളായിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ 2007-2008 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വൈദ്യുതീകരണം പൂർത്തീകരിച്ച തിരുവോണപ്പുറം അമ്പലക്കുഴി പട്ടികവർഗ കോളനിയിലെ വൈദ്യുത വിതരണോദ്ഘാടനം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീന്ദ്രൻ നിർവഹിച്ചു. പേരാവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ചുമതലയേറ്റു. ഡോക്ടർ TV ശാലിമിയാണ് നിയമിതയായത്. ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായിരുന്നു. വീണ്ടും ഒരു ബസ് സമരം കൂടി. സമരത്തോട് ജനങ്ങൾ പ്രതികരിക്കുന്നത് ഇങ്ങനെ: ബസ് സമരം KSRTC മലയോര മേഖലയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് മലയോര മേഖലയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ ന്യായമായ രീതിയിൽ കൂടുതൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് പരിഗണിച്ചു കൊടുക്കാൻ പറ്റില്ല. 10 റുപ്യ മുടക്കേണ്ട സ്ഥലത്ത് നമ്മളിപ്പോ 20 റുപ്യ മുടക്കാണ് യാത്ര ചെയ്യുന്നത്. സമയത്ത് എത്താൻ പറ്റുകയല്ല. ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് മണിമുടക്ക് പൂർണ്ണം. യാത്രാക്ലേശം രൂക്ഷം. കൊട്ടിയൂർ ചുങ്കക്കുന്നിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. മരിച്ചത് പൊട്ടൻതോട് കാഞ്ഞിരത്താങ്കുഴി സാൻഡോ. അപകടം മീൻ പിടിക്കുന്നതിനായി വൈദ്യുതി ലൈനിൽ വയർ കൊളുത്തുന്നതിനിടെ. മാക്കൂട്ടം ചുരം റോഡ് നിർമ്മാണ പ്രവൃത്തി വൈകുന്നു. പണി പൂർത്തിയാകാൻ ഇനി മാസങ്ങൾ വേണ്ടിവരും. ന്യൂസ് ടൈം സമാപിക്കുന്നു. ഇനി എഡിറ്റോറിയൽ വോയിസ്. നമസ്കാരം.